വിവാദങ്ങൾക്കൊടുവിൽ പേര് മാറ്റിക്കൊണ്ട് ഇനീഷ്യൽ കൂടി കൂട്ടിച്ചേർത്ത ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന സിനിമ ഇന്ന് തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. KM ഉമേഷ് ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ഉമേഷ്, വലിയ വിവാദമായിരുന്നു. ഒടുവിൽ ഇതാ പേര് മാറ്റി സെൻസർ ബോർഡിന് വഴങ്ങേണ്ടി വന്നു. ഒരു വിധത്തിൽ പറഞ്ഞാൽ ആ അംഗീകാരങ്ങളെല്ലാം മാറ്റങ്ങളെല്ലാം അംഗീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ പേര് മാറ്റി ജാനകി വി എന്ന ഇനീഷ്യൽ കൂടി കൂട്ടിച്ചേർത്ത ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന സിനിമ ഇന്ന് തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. അതെ വിനിഷ, ഏതാണ്ട് ഒരു മാസത്തെ കാത്തിരിപ്പിനൊടുവിലാണ് ഈ ചിത്രം ഇന്ന് റിലീസ് ചെയ്യുന്നതെന്ന് പറയാം. ജൂൺ 27 യഥാർത്ഥത്തിൽ ഈ ജാനകി സിനിമയുടെ റിലീസ് നിശ്ചയിച്ചിരുന്നത്. അന്ന് JSK ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന പേരിൽ ചിത്രം തിയേറ്ററുകളിൽ എത്തിക്കാനായിരുന്നു തീരുമാനിച്ചിരുന്നത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നായകനായ ചിത്രമാണ്. എന്നാൽ ഇതിൽ അപ്രതീക്ഷിതമായാണ് ഈ സെൻസർ ബോർഡിൻ്റെ കത്തി വീണത്. ഇതിലെ പേര് തന്നെ മാറ്റണം എന്നുള്ളതായിരുന്നു സെൻസർ ബോർഡിൻ്റെ ആവശ്യം. അതിന് കാരണം ഇത് ഹിന്ദു ദൈവത്തിൻ്റെ പേരാണ്. ആ പേരിൽ ഇങ്ങനെ ഒരു സിനിമ ഇറങ്ങിയാൽ അതിലെ ചില രംഗങ്ങൾ ഒക്കെ മതവിദ്വേഷത്തിന്, മതപരമായ പ്രശ്നങ്ങൾക്ക് കാരണമാകും എന്നൊക്കെയായിരുന്നു സെൻസർ ബോർഡ് വാദിച്ചത്. തുടർന്ന് പ്രദർശനാനുമതി നൽകിയില്ല. ഈ സാഹചര്യത്തിൽ നിർമ്മാതാക്കൾ ഹൈക്കോടതിയെ സമീപിച്ചു. സെൻസർ ബോർഡിൽ നിന്ന് പ്രദർശനാനുമതി ലഭ്യമാക്കണം എന്ന ആവശ്യമുന്നയിച്ച് ഹൈക്കോടതിയിൽ ഏറെ നാൾ നീണ്ടുനിന്ന വാദപ്രതിവാദങ്ങൾക്ക് ഹൈക്കോടതി വേദിയായി. വളരെ വിചിത്രമായ പല വാദങ്ങളും സെൻസർ ബോർഡ് മുന്നോട്ട് വയ്ക്കുകയുണ്ടായി. 1-2 ഇടത്ത് കട്ട് ചെയ്യാനല്ല, 96 ഇടത്ത് ഈ ജാനകി സിനിമയുടെ പല ഭാഗങ്ങളും കട്ട് ചെയ്ത് കളയണം എന്നാണ് സെൻസർ ബോർഡ് പറഞ്ഞത്. അതിൽ കേന്ദ്ര കഥാപാത്രമായ ജാനകി എന്ന് പറയുന്നത് ബലാത്സംഗത്തിന് ഇരയാക്കപ്പെട്ട അല്ലെങ്കിൽ അതിജീവിതയായ ഒരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടി നടത്തുന്ന നിയമ പോരാട്ടമാണ്, അതിജീവന പോരാട്ടമാണ്. ആ സിനിമയിൽ പലയിടത്തും ഈ ജാനകിയെ ക്രോസ് വിസ്താരം ചെയ്യുന്ന രംഗങ്ങളൊക്കെയുണ്ട്. ഇങ്ങനെ ക്രോസ് വിസ്താരം ചെയ്യുന്ന വേളയിൽ പ്രതിഭാഗം അഭിഭാഷകനായി എത്തുന്നത് മറ്റൊരു മതസ്ഥനാണ്. അങ്ങനെ മറ്റൊരു മതസ്ഥനായ പ്രതിഭാഗം അഭിഭാഷകൻ ഈ ജാനകിയെ ക്രോസ് വിസ്താരം ചെയ്യുമ്പോൾ ആ പേര് വിളിച്ച് പല അപകീർത്തികരമായ മോശമായ പല കാര്യങ്ങളും, അപമാനിക്കുന്ന തരത്തിലുള്ള പല ചോദ്യങ്ങളും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ രണ്ട് മതങ്ങൾ തമ്മിലുള്ള പ്രശ്നത്തിന് കാരണമായേക്കാം, ഭാവിയിലും ഇത് വലിയ വിഷയങ്ങൾക്ക് കാരണമായേക്കാം എന്നൊക്കെയായിരുന്നു സെൻസർ ബോർഡ് സമർപ്പിച്ച സത്യവാങ്മൂലത്തിലടക്കം ചൂണ്ടിക്കാട്ടിയിരുന്നത്. എന്നാൽ ഇതിനെല്ലാം നിർമ്മാതാക്കൾ എതിർത്തു. ഒപ്പം കോടതിയും ഒരു പരിധിവരെ ഈ വാദങ്ങളെയൊക്കെ എതിർക്കുകയായിരുന്നു, നിരീക്ഷിക്കുകയായിരുന്നു. കാരണം മുൻപും ഇത്തരത്തിൽ ദൈവങ്ങളുടെ പേരിൽ സിനിമ ഇറങ്ങിയിട്ടുള്ളതല്ലേ, അപ്പോഴൊന്നും ഇല്ലാത്ത പ്രശ്നം ഇപ്പോഴെന്തിനാണ് എന്നൊക്കെ ഒരു ഘട്ടത്തിൽ കോടതി തന്നെ നിരീക്ഷിക്കുകയുണ്ടായി. മാത്രമല്ല കോടതി തന്നെ ഈ സിനിമ കാണുന്ന സാഹചര്യത്തിലേക്ക് വരെ കാര്യങ്ങളെത്തി. ഇതിനുശേഷം സെൻസർ ബോർഡ് തന്നെ അവരുടെ പഴയ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോവുകയായിരുന്നു. ഏറ്റവും ഒടുവിലായി അവർ പറഞ്ഞത് ഈ 96 ഇടത്ത് കട്ട് വേണ്ട, പക്ഷേ ചില കാര്യങ്ങളിൽ മാറ്റം വരുത്തണം. പൂർണ്ണമായും പേര് മാറ്റണമെന്നില്ല, പേരിനൊപ്പം ഇനീഷ്യൽ ചേർക്കുക. അതായത് ജാനകി വിദ്യാധരൻ എന്നാണ് ഈ കഥാപാത്രത്തിൻ്റെ പേര്. ഒന്നുകിൽ ജാനകി വിദ്യാധരൻ എന്ന പേര് മുഴുവനായി ചേർക്കുക, അല്ലെങ്കിൽ ഇനീഷ്യലാക്കുക, വി ജാനകി എന്നോ ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന രീതിയിലേക്ക് ഈ ടൈറ്റിൽ മാറ്റം വരുത്തുക. ഒപ്പം ഈ ക്രോസ് വിസ്താര രംഗം, കോടതി ക്രോസ് വിസ്താര രംഗത്തിൽ ഏതാണ്ട് 2 മിനിറ്റോളം വരുന്ന ഭാഗത്ത് 6 ഇടത്ത് ഈ ജാനകി എന്ന പേര് പറയുന്നുണ്ട്. ആ ഭാഗം മ്യൂട്ട് ചെയ്യുക, അല്ലെങ്കിൽ ചില രംഗങ്ങൾ മാറ്റിക്കളയുക ചെയ്യുക എന്ന ചില പുതിയ നിർദ്ദേശങ്ങളാണ് സെൻസർ ബോർഡ് മുന്നോട്ട് വെച്ചത്. സ്വാഭാവികമായും നിർമ്മാതാക്കൾ ഇതിൻ്റെ അനിശ്ചിതത്വം നീണ്ടുപോവുകയാണ്. റിലീസ് ചെയ്യുകയാണ്, ഒരു ചിത്രത്തിനെ സംബന്ധിച്ച് അത് റിലീസ് ചെയ്ത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് അവരെ സംബന്ധിച്ച് അന്തിമമായ കാര്യം. അതുകൊണ്ട് ആ ഒരു വിട്ടുവീഴ്ചയ്ക്ക് നിർമ്മാതാക്കളും തയ്യാറാവുകയായിരുന്നു. അങ്ങനെ ടൈറ്റിലിൽ മാറ്റം വരുത്തി ഇനീഷ്യൽ ചേർത്തു, ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന രീതിയിൽ ആണ് പുതിയ ചിത്രത്തിൻ്റെ പേര് വന്നിരിക്കുന്നത്. ഒപ്പം ഈ പറയുന്ന 2 മിനിറ്റോളം വരുന്ന കോടതി രംഗങ്ങളിൽ ജാനകി എന്ന കഥാപാത്രത്തിൻ്റെ പേര് പറയുന്ന ഭാഗം മ്യൂട്ട് ചെയ്തുകൊണ്ട്, അങ്ങനെ 6 ഇടത്ത് മ്യൂട്ട് ചെയ്ത്, അങ്ങനെ ആകെ സിനിമയിൽ 8 മാറ്റങ്ങൾ വരുത്തിയാണ് ഈ പുതിയ പതിപ്പ് പിന്നീട് സെൻസർ ബോർഡിന് സമർപ്പിച്ചത്. ആ സെൻസർ ബോർഡ് ആവശ്യപ്പെട്ട പ്രകാരമുള്ള മാറ്റങ്ങൾ നിർമ്മാതാക്കൾ വരുത്തിയതോടെ ചിത്രത്തിന് സെൻസർ ബോർഡ് അനുമതി നൽകുകയും ചെയ്തു. ഇനി എന്നാണ് തിയേറ്ററിലേക്ക് എത്തുക എന്ന് അന്ന് ചില 2-3 ഡേറ്റുകൾ പറഞ്ഞിരുന്നു. അതിനുശേഷമാണ് ഇന്ന് 17-ാം തീയതി ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തിക്കാൻ തീരുമാനിച്ചത്. മലയാളത്തിന് പുറമെ ഹിന്ദി, തമിഴ് പതിപ്പുകളൊക്കെ ഇന്ന് തിയേറ്ററിൽ എത്തുന്നുണ്ട്. ഇതിനിടയ്ക്ക് സംവിധായകൻ പ്രകടിപ്പിച്ച ഒരാശങ്ക, ഈ മാറ്റങ്ങളോടെയാണ് ഈ പുതിയ ചിത്രം, മാറ്റങ്ങൾ വരുത്തിയുള്ള പുതിയ ചിത്രം ആ മ്യൂട്ട് ചെയ്ത ഭാഗമൊക്കെ എങ്ങനെയാണ് പ്രേക്ഷകർ സ്വീകരിക്കുക എന്നുള്ളത് അറിയില്ല. അതുമായി ബന്ധപ്പെട്ട ചില ആശങ്കയുണ്ട്. പക്ഷേ തിയേറ്ററുകളിൽ എത്തിക്കുക എന്നുള്ളതാണ് പ്രധാനം. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ആ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിട്ടുള്ളത്. ഇന്ന് ചിത്രം തിയേറ്ററുകളിൽ എത്തുകയാണ്. ചിത്രത്തിലെ നായകനായ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും
മറ്റ് അണിയ പ്രവർത്തകരും ഒക്കെ തൃശ്ശൂരിലാണ് ഈ സിനിമ ഇന്ന് കാണാനെത്തുന്നത്. രാവിലെ 9 മണി മുതൽ സംസ്ഥാനത്തെ വിവിധ തിയേറ്ററുകളിൽ JSK റിലീസാവുകയാണ്. വിനീഷ. ഉമേഷ, നമുക്ക് എമ്പുരാനെ ഓർമ്മയുണ്ട്. വെട്ടുന്നതിന് മുൻപും വെട്ടേറ്റ ശേഷവുമുള്ള എമ്പുരാൻ ഇപ്പോഴും ആളുകളുടെ ഇടയിലൊക്കെ സംസാരമായി നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഇനീഷ്യൽ ഇല്ലാത്ത ജാനകിയും ഇനീഷ്യൽ കൂട്ടിച്ചേർത്ത ജാനകിയും. അത് ഒരു പേരിൽ ഏത് രീതിയിലാണ് നമ്മുടെയൊക്കെ വികാരം വ്രണപ്പെട്ടു പോകുന്നത് എന്ന ചിന്തകളിലേക്ക് നമ്മളെ എത്തിക്കാൻ പലരും ശ്രമിക്കുന്നുണ്ട്. RSS അജണ്ട പല രീതിയിലും കുത്തിവെക്കാൻ നമ്മളിലേക്ക്, നമ്മുടെ ചിന്തകളിലേക്ക്, ജനങ്ങളുടെ ദൈനംദിന കാര്യങ്ങളിലേക്ക് പോലും, വിനോദോപാധികളിലേക്ക് പോലും ഇത്തരത്തിലുള്ള അജണ്ടകൾ, തീവ്ര ഹിന്ദു അജണ്ടകൾ അല്ലെങ്കിൽ മതവികാരം, അതേതെങ്കിലും ദൈവത്തിൻ്റെ പേരാണ്, അതിൽ വ്രണിതമാകെ പോകണം നമ്മുടെ വികാരം എന്ന രീതിയിലേക്കൊക്കെ നമ്മുടെ ചിന്തകളെ സ്വാധീനിക്കാൻ മാത്രം ആർക്കാണ് അവകാശം? അതെന്തിനാണ് അത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ എന്നൊക്കെ ചോദ്യങ്ങളാണ് ഉയരുന്നത്. പ്രത്യേകിച്ച് സെൻസർ ബോർഡിന് ഒരു സിനിമ എന്ന് പറയുന്നത് അത് സംവിധായകൻ്റെ സ്വപ്നമായിരിക്കാം, ആഗ്രഹമായിരിക്കാം. അതിൽ പിന്നീട് പല ആളുകളും അതിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവരുടെയൊക്കെ ഒരു സ്വപ്ന സാഫല്യമാണ് ഒരു സിനിമ എന്ന് പറയുന്നത്. അപ്പോൾ ആ സിനിമയ്ക്ക് പേരിടാൻ ആർക്കാണ് അർഹത? അത് ആ പേരിൽ ഒരു തിരുത്ത് വരുത്താൻ, നിർദ്ദേശം വരുത്താൻ ആർക്കാണ് യോഗ്യത എന്നുള്ള വലിയ ചോദ്യങ്ങൾ അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. അതെ, അതൊരു പ്രധാനപ്പെട്ട വസ്തുതയാണ് വിനിഷ. ഈ തൽക്കാലത്തേക്ക് ഈ പ്രശ്നം പരിഹരിച്ചു, ഇരു കൂട്ടരും വിട്ടുവീഴ്ച ചെയ്ത് ചിത്രം തിയേറ്ററുകളിലെത്തി. പക്ഷേ ഉന്നയിക്കപ്പെടുന്നൊരു പ്രധാനപ്പെട്ട പ്രശ്നം, ഇങ്ങനെ ഓരോ ഘട്ടത്തിൽ ഈ ദൈവങ്ങളുടെ പേരൊക്കെ വന്നാൽ എപ്പോഴൊക്കെ വരുന്നു അപ്പോഴൊക്കെ മാറ്റണം, അങ്ങനെ ഒരു പേരിൽ ഇനി സിനിമ ഇറക്കാനേ കഴിയില്ല എന്നൊരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. അത് ഗൗരവമാണ്. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റം കൂടിയാണ്. ഈ കേസ് കോടതിയിൽ വന്ന സമയത്ത് കോടതി തന്നെ അക്കാര്യം ചൂണ്ടിക്കാട്ടിയതാണ്. ഇങ്ങനെ ഒരാളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ, ഒരു കലാകാരൻ്റെ സ്വാതന്ത്ര്യത്തിൽ ഇടപെടാൻ നിങ്ങൾക്ക് അവകാശമില്ല എന്ന് പല ഘട്ടത്തിൽ കോടതി ഓർമ്മിപ്പിച്ചതാണ്. ഇന്ന പേര് വേണം ഒരു സിനിമയ്ക്ക് എന്ന് എങ്ങനെയാണ് സെൻസർ ബോർഡ് ആവശ്യപ്പെടുക? അത് ആ ചിത്രത്തിൻ്റെ സംവിധായകനോ അല്ലെങ്കിൽ ചിത്രവുമായി ബന്ധപ്പെട്ട് ഉള്ളവരുടെ അവകാശമാണ്, പൂർണ്ണമായും അവരുടെ അവകാശമാണ്. അപ്പോൾ ഇങ്ങനെ ഓരോ കീഴ്വഴക്കങ്ങൾ സൃഷ്ടിച്ചു കൊണ്ടുവരിക, യഥാർത്ഥത്തിൽ ഒരു മതവിദ്വേഷം അല്ലെങ്കിൽ അത്തരം ചിന്തകൾ ഓരോരുത്തരുടെയും ഉള്ളിലേക്ക് കയറ്റുന്നത് ഇത്തരം വിഷയങ്ങൾ ചർച്ചയാക്കുന്നതിലൂടെയാണ്, ഇത്തരത്തിലുള്ള ഓരോ പ്രശ്നങ്ങൾ സ്വമേധയാ ഉയർത്തിക്കൊണ്ടുവരുന്നതിലൂടെയാണ് എന്നുള്ള പ്രശ്നം ഇപ്പോഴും അവശേഷിക്കുക തന്നെയാണ്. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്മേലുള്ള വലിയ കടന്നുകയറ്റമായി തന്നെ ഈ ജാനകിയുടെ കാര്യത്തിലും വിലയിരുത്താൻ കഴിയും. പക്ഷേ നിർഭാഗ്യവശാൽ ഇരു കൂട്ടരും ഈ സെൻസർ ബോർഡിൻ്റെ ആ ഒരു നിർദ്ദേശങ്ങൾക്കൊടുവിൽ സംവിധായകനടക്കം വഴങ്ങേണ്ടി വന്നു എന്നുള്ളതാണ്. എമ്പുരാൻ്റെ കാര്യത്തിലും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ വഴങ്ങേണ്ടി വന്ന് ആ ചിത്രം തിയേറ്ററുകളിലെത്തിക്കുകയാണ്. കലാകാരന്മാരെ സംബന്ധിച്ച് അവരുടെ സിനിമ, അത് അവരുടെ ആ സൃഷ്ടി അത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് ആത്യന്തികമായി അവരുടെ ലക്ഷ്യം. അതിനുവേണ്ടി ചില വിട്ടുവീഴ്ചകൾ ചെയ്തു എന്നുള്ളത് മാത്രമാണ് അവർ പറയുന്നത്. പക്ഷേ ഇതൊരു പ്രശ്നമായി തന്നെ അവശേഷിക്കുകയാണ്. വരും കാലങ്ങളിലും ഇത്തരം കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിയുള്ള കത്തിവെക്കലുകൾ ഭാവിയിലും പ്രതീക്ഷിക്കാം. അത്തരം മുന്നറിയിപ്പ് കൂടിയാണ് ഈ ഒരു സംഭവം എന്ന് തന്നെ വ്യാഖ്യാനിക്കാം. വിനിഷ. ശരി, KM ഉമേഷാണ് വിശദാംശങ്ങൾ നൽകിയത്. ഏതായാലും പേരിന് മാറ്റിക്കൊണ്ട്, പേരിനൊപ്പം ഇനീഷ്യൽ ചേർത്തുകൊണ്ട് ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള സിനിമ ഇന്ന് തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്.